ഹലോ രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി അങ്ങനെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് നമുക്ക് നൽകിയത്. എങ്കിലും ഐ ടിയും ഫാർമയും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. നിഫ്റ്റിയിൽ ബജാജ് ഓട്ടോ നല്ലൊരു പെർഫോമൻസ് നടത്തിയപ്പോൾ ടാറ്റ മോട്ടേഴ്സാണ് വീക്ക് പെർഫോമൻസ് നടത്തിയത്. ഇറാനും ഇസ്രായേലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാതിന് മുമ്പ് ഇന്നത്തെ പ്രധാന സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. APL അപ്പോളോ ട്യൂബ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 350 കോടി രൂപ, 290 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഉയർന്നു, റവന്യൂ ഉയർന്നിട്ടുണ്ട്. APL അപ്പോളോ ട്യൂബിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഇതാണ്. ഇനി കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ആളുകൾ കാത്തിരുന്ന ഒരു റിസൾട്ടാണ്. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 13% ഉയർന്ന് 4026 കോടി രൂപ കരസ്ഥമാക്കി. കൂടാതെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 8% ഒരു വളർച്ച കൈവരിച്ചു. CDSൽ പ്രോഫിറ്റിലാണ്, പക്ഷേ പ്രോഫിറ്റ് 20% കുറഞ്ഞു. 80 കോടി രൂപയാണ് ഇതവിടെ കരസ്ഥമാക്കിയത്. കമ്പനി 12 രൂപ 75 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിൻഡാൽ സ്റ്റീൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്. 340 കോടി രൂപ ലോസായിരുന്നു. ഇത്തവണ 1040 കോടി രൂപ പ്രോഫിറ്റിലായിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂവും ഉയർന്നു. ജിൻഡാൽ സ്റ്റീൽ. ഇൻഡസ് ടവർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ്. കഴിഞ്ഞ തവണയും 1793 കോടി രൂപയുടെ പരിസരത്ത്, ഈ തവണയും അതേ പ്രോഫിറ്റിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. കമ്പനി 14 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മസഗോൺ ഡോക്ക് ബിൽഡേഴ്സ് കമ്പനി ഒരുപാട് പേര് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവരുടെ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിളായി. കഴിഞ്ഞ തവണത്തെ പ്രോഫിറ്റിൽ നിന്നും പ്രോഫിറ്റ് 2 മടങ്ങ് വർദ്ധിച്ച് 674 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനിയുടെ റവന്യൂവും 21% വർധനവ് രേഖപ്പെടുത്തി. ഐഡിയ ഫോർജ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്. 20 കോടി രൂപ. ഇത്തവണ 60 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. കൂടാതെ തന്നെ കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചു. സുന്ദരം ഫാസ്റ്റൈൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 124 കോടി രൂപയിൽ നിന്ന് 161 കോടി രൂപയിലേക്ക് വർദ്ധിച്ചു. റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് കമ്പനി, ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഒരു സെക്കൻഡ്, ഐഡിയ ഫോർജാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് അല്ലേ. ഓക്കെ, ഇനി സുന്ദരം ഫാസ്റ്റൈൻസ് 124 കോടി രൂപയിൽ നിന്ന് 161 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. ഈ സാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് ലോസ് ഉണ്ടായിരുന്ന കമ്പനിയാണ്. 180 കോടി രൂപ ലോസിൽ നിന്ന് ഇത്തവണ 23 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഉയർന്നു. റവന്യൂ ഉയർന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഗ്ലോബൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 178 നിന്ന് 283 കോടി രൂപയിലേക്ക് ഇവരുടെ പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് പ്രോഫിറ്റിലാണ്, പക്ഷേ പ്രോഫിറ്റ് 30% കഴിഞ്ഞ തവണത്തിൽ നിന്നും കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 18% ഒരു വർധനവ് രേഖപ്പെടുത്തി. ഇനി റെയിൽടെൽ കമ്പനി ഇവരുടെ പ്രോഫിറ്റ് 25% ഉയർന്നു. റെയിൽടെൽ. ഗോദ്രേജ് അഗ്രോവിറ്റ് നെറ്റ് പ്രോഫിറ്റ് അവർ 70 നിന്ന് 105 കോടി രൂപയിലേക്ക് ഉയർന്നു. ACC നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 3 മടങ്ങ് ഉയർന്നിട്ടുണ്ട്. റവന്യൂവും 18% ഉയർന്നു. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 42 നിന്ന് 210 ഉയർന്നു. ആസ്റ്ററിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 45% ഉയർന്നു. 153 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ടിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ഉള്ളത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഗോൾഡ് 4600 ആ ഡോളറിൻ്റെ പരിസരത്ത്, സിൽവർ 76, ബിറ്റ്കോയിൻ 78,000 എന്ന റേഞ്ചിലാണ് ഉള്ളത്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 24,200 എന്നുള്ള റേഞ്ചിലാണ്. ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ്. ഇനി ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റുകളിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സോ അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോ ആസ് ഓഫ് നോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ഈ യുദ്ധത്തെ സംബന്ധിച്ച് ഒരു പുതിയ അപ്ഡേറ്റ് ഉള്ളത്. ഈ പ്രസിഡന്റ് ട്രംപ് പ്രൊജക്റ്റ് ഫ്രീഡം എന്ന പേരിൽ ഈ യുദ്ധം കാരണം കുടുങ്ങിക്കിടക്കുന്ന, യുദ്ധത്തിൽ പങ്കെടുക്കാത്ത രാജ്യങ്ങളുടെ ഷിപ്പുകൾ, ഈ ഷിപ്പുകൾ സുഗമമായിട്ട് പോകാനായിട്ട് ഒരു പുതിയ പ്രൊജക്റ്റ് ഫ്രീഡം എന്നുള്ള പേരിൽ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി. എന്തിനാണ് ഈ ഒരു പ്രൊജക്റ്റ്?
ഇന്ത്യ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, അപ്പോൾ ഇന്ത്യയുടെ ഷിപ്പ് അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ ഷിപ്പുകൾ കുടുങ്ങി കിടക്കുന്നത് അത് സുഗമമായിട്ട് അത് കടത്തി വിടാനായിട്ടുള്ള ഒരു പദ്ധതി, പ്രൊജക്റ്റ് ഫ്രീഡം, അതാണ് പുതിയൊരു അപ്ഡേറ്റ് ഉള്ളത്. പിന്നീട് ഈ ഇറാൻ അപ്ഡേറ്റ് ചെയ്ത പ്രപ്പോസൽ, റിവേഴ്സ്ഡ് പ്രപ്പോസൽ ഓൾറെഡി യു എസിൽ അയച്ചിട്ടുണ്ട്. പിന്നെ യു എസ് നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ യു എസ് ഈ ആംഡ് സെയിൽസ് 8 ബില്യൺ ഉയർത്തിയിട്ടുണ്ട്. ഈ ഇസ്രായേലും ഈ പ്രൊക്യൂർമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈ ആയുധങ്ങൾ UAE പ്രൊക്യൂർമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈവൻ ഇറാനും പ്രൊക്യൂർമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ യുദ്ധം വീണ്ടും അതിൻ്റെ കുറച്ച് നാളൊരു പോസ് എടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്കാണോ എന്ന് ചിന്തിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളും കൂടി ഒരു ഭാഗത്തുകൂടെ നടക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഈ റിവേഴ്സ്ഡ് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും പാകിസ്ഥാനിൻ്റെ അവർ മുൻനിർത്തി ഈ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ രണ്ട് തട്ടിലായിട്ട് രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ തട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 8 ബില്യൻ്റെ പ്രൊക്യൂർമെൻറ്റ്, യുദ്ധ സാമഗ്രികൾ വാങ്ങുന്ന ഒരു കാര്യവും ഈ ഒരു തട്ടിൽ, മറ്റു തട്ടിൽ എന്താ ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്ന കാര്യമുണ്ട്. ഇതിൽ ഏത് തട്ടാണ് നമുക്ക് മാർക്കറ്റിന് ഫേവറബിൾ ആവണത് അതുപോലെയാണ് മാർക്കറ്റ് മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് 5 സംസ്ഥാനങ്ങളുടെ ഈ റിസൾട്ടിൻ്റെ എല്ലാം തന്നെ ദിവസമാണ്, കേരളം ഉൾപ്പെടെ. അപ്പോൾ ഇതിൽ കേരളത്തിൽ UDF ആണ് ചെറിയൊരു മുൻതൂക്കം, ആസാമിൽ BJP ആണ് മുൻതൂക്കം, തമിഴ്നാടും ബംഗാളും പോണ്ടിച്ചേരിയിലും എല്ലാം തന്നെ തമിഴ്നാടിൽ DMK ആണ്, മറ്റേ ബംഗാളിലും പോണ്ടിച്ചേരിയിലും കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കങ്ങളില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ആസാമിലെ കാര്യം BJP ലീഡ് ചെയ്യുന്ന കാര്യം ഓൾറെഡി തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തായിരിക്കണം. കാരണം ഓൾറെഡി തന്നെ ഇതിന് മുമ്പേ നമ്മൾ പറഞ്ഞ മാധ്യമങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡോളർ ഇന്ത്യൻ റുപ്പീസിൻ്റെ പെർഫോമൻസ് ആണ്. അതിൻ്റെ ഫോള് ചെറിയൊരു പരിധി വരെയാണ് IT സെക്ടറുകൾക്ക് ഗുണകരമാവുള്ളൂ. വലിയ പരിധി കഴിഞ്ഞാൽ അത് ദോഷകരമാണ്. അപ്പോൾ എനിവേ നമുക്ക് വൈകിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭ ദിനം. താങ്ക് യു ആൾ.